ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, മാതാപിതാക്കളെ, എൻ്റെ പ്രിയ കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായ ഈ മഹത്തായ വേദിയിൽ അവിടുത്തെ ജന്മദിനാഘോഷത്തെക്കുറിച്ച് 2 വാക്ക് സംസാരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയമുള്ളവരെ, ലോകമാകെ തിരുനബിയുടെ ജന്മദിനം ആഘോഷിക്കുന്ന ആഹ്ലാദകരമായ സമയമാണിത്. കണ്ണും കാതും കൂർപ്പിച്ചു വെച്ച ആർക്കും കാണാനും കേൾക്കാനും കഴിയുന്നതാണ് ജന്മദിനാഘോഷത്തിൻ്റെ ആരവങ്ങൾ. മണ്ണും വിണ്ണും തോരണങ്ങൾ കൊണ്ട് അലങ്കരിതമാണ്. ഗഗന നീലിമയിൽ നക്ഷത്രങ്ങൾ വർണ്ണമഴ പൊഴിക്കുന്നത് കാണുന്നില്ലേ? എന്താണ് ഇതിനു കാരണം? മറ്റൊന്നുമല്ല, ഈ ലോക സൃഷ്ടിപ്പിന് കാരണക്കാരായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനാഘോഷത്തിൻ്റെ ആഹ്ലാദം തന്നെ. ആ സ്നേഹപ്പൂമേനിയോട് നെഞ്ചിനുള്ളിൽ അല്പമെങ്കിലും സ്നേഹമുള്ള ആരും ഈ മാസത്തിൽ ആഹ്ലാദിക്കാതിരിക്കില്ല. നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പിറന്നത്. അതെ, മക്ക എന്ന മണൽ ഭൂമികയിൽ ആയിരുന്നു അവിടുത്തെ ജനനം. കലുഷിതമായിരുന്നു അക്കാലം. മനുഷ്യർ ജീവിത ലക്ഷ്യം മറന്നു ജീവിച്ചു. അവരെ ജീവിതത്തിൻ്റെ അർത്ഥം പഠിപ്പിക്കുകയായിരുന്നു തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. സത്യം കണ്ടറിഞ്ഞ് ആയിരങ്ങൾ വിശുദ്ധ മതത്തിൻ്റെ വാഹകരായി മാറി. നന്മയും തിന്മയും അവിടുന്ന് പഠിപ്പിച്ചു. സത്യവും അസത്യവും വേർതിരിച്ചു കാണിച്ചു. അവിടുന്ന് പഠിപ്പിക്കാൻ ബാക്കി ഒന്നുമില്ല. മനുഷ്യ ജീവിതത്തിൻ്റെ നിഖില മേഖലകളും ആ ജീവിതത്തിലൂടെ സമൂഹം മനസ്സിലാക്കി. അങ്ങനെയുള്ള ആ പൂമേനിയെ തൻ്റെ അനുയായികൾ ഒരിക്കലും മറന്നില്ല. നബിയെ നേരിൽ കണ്ട സ്വഹാബികളും അവരെ കണ്ടവരും എല്ലാം അവിടുത്തെ പാത പിന്തുടർന്നു പോന്നു. നബിയുടെ കാലത്തും അവർക്ക് ശേഷവും നബിയുടെ ജന്മദിനം ആഘോഷിച്ചതിന് ഒരുപാട് തെളിവുകൾ കാണാനാവും. നബിയുടെ അപദാനങ്ങൾ പാടാനായി പ്രത്യേക വേദി നബി തങ്ങൾ ഒരുക്കി നൽകിയിരുന്നു. നബി ജനിച്ച ദിവസമായ തിങ്കളാഴ്ചയിൽ അവിടുന്ന് നോമ്പെടുത്ത് അള്ളാഹുവിന് നന്ദി കാണിച്ചിരുന്നു. പരത്തിപ്പറയാൻ സമയം അനുവദിക്കുന്നതല്ല ഈ വേദി. കാലത്തിനും സാഹചര്യത്തിനും അനുസരിച്ച് ആഘോഷങ്ങൾക്ക് ചില മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എന്നല്ലാതെ ആഘോഷത്തെ നബി സ്നേഹിതരാരും തള്ളിപ്പറഞ്ഞതായി അറിയില്ല. ആയതിനാൽ ഈ വേദിയിൽ ഞാൻ ഉണർത്തുന്നു, നമുക്ക് ആ നബിയെ ആവോളം അനുസ്മരിക്കാം. അതിന് അള്ളാഹു ഭാഗ്യം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. അസ്സലാമു അലൈക്കും.